സാമ്പത്തികമായി ശരിക്ക് ശ്രദ്ധിക്കണം. നോമ്പ് തുറക്കാൻ കടം വാങ്ങി നോമ്പ് തുറ സദ്യ വലുതാക്കരുത്. ലോൺ എടുത്ത് വീട് വെക്കരുത്. ഒരു കാര്യവും കടം വാങ്ങി ചെയ്യരുത്. കടം വാങ്ങാൻ പറ്റാവുന്ന രണ്ട് കാര്യത്തിന് കടം വാങ്ങാൻ പറ്റുന്നു. വയഹ്റുമുൽ ഇഖ്തിറാവ്. നമുക്ക് കടം വാങ്ങുന്നതിന് വല്ല മടിയുണ്ട്? കടം വാങ്ങൽ ഹറാമാണ്. രണ്ടാൾക്ക് ഒന്ന് ഒരു മുൽത്തർ ശ്വാസോച്ഛ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്, മരിക്കാൻ പോവുകയാണ്. ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ കാശില്ല. എവിടെ നിന്നാണോ കിട്ടുന്നത് കടം വാങ്ങി. എല്ലാവരും ഏതെങ്കിലും രൂപത്തിൽ രക്ഷിക്കണം. ഇല്ലെങ്കിൽ കടം കിട്ടുന്നത് വാങ്ങിയിട്ട് മറ്റൊന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ള മാർഗം ഉണ്ടാവണം. ഉദാഹരണമായിട്ട് ഞാൻ ജോലി ചെയ്ത് ഒരു മാസമായിട്ടുണ്ട്. എനിക്ക് 20,000 രൂപ ശമ്പളം ഉണ്ട്, അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളം എനിക്കുണ്ട്. ഇന്ന് ഫെബ്രുവരി 20 21. അപ്പം അതിൽ എനിക്ക് അർഹതപ്പെട്ട ശമ്പളം ആ 20,000 രൂപ 1-ാം തീയതി കാണാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ 2/3 ഭാഗം 17, 14, 21. അപ്പം ഞാൻ എന്താകുക, ഒരു 13 രൂപ. ആ 13 രൂപയിൽ അപ്പുറം എനിക്ക് കടം വാങ്ങാൻ, എനിക്ക് വീട്ടാനുള്ള മാർഗം എന്ത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ റബ്ബേ എത്രയാണ് പരാതികൾ. മുമ്പ് വേറെ ഇപ്പോൾ പെണ്ണുങ്ങളെ പണ്ടെടുത്ത് വിറ്റ് ഇപ്പോൾ പെണ്ണുങ്ങളെ പണ്ടം ചോദിക്കുന്നുണ്ട്. വിൽക്കാൻ ആര് പറഞ്ഞതാണ്? ഭാര്യ പറഞ്ഞതാണ്. ഭാര്യൻ്റെ ആത്മ കേട്ട് വിറ്റതാ. അത് വാങ്ങിക്കൊടുക്കാന്ന് കരുതിയിട്ട് വിറ്റതാണ്. എന്തിനേറെ എത്ര കുടുംബ ബന്ധങ്ങൾ മനുഷ്യൻ എന്ത് പറ്റിപ്പോയി. എത്രയോ വിഷയങ്ങൾ ഈ വിനീത ഇടപെടേണ്ടി വന്നു. അഥവാ പെട്ടെന്നല്ലേ സ്വർണത്തിന് എന്ത് കണ്ടിട്ട് ഇങ്ങനെ 1,30,000, 30,000, 15,000, 30,000 ഒക്കെ ആയത്. അവൻ സ്വന്തം ഭാര്യമാർ ചോദിക്കുകയാണ്, എവിടെ നിങ്ങളുടെ 10 കൊടുത്തില്ലേ, എനിക്കൊരു 10 പൈസ എന്നാൽ അന്നത്തെ ഇത് തന്നാൽ പോരാ, എനിക്ക് ആ ഒന്നത്തെ 15 ലക്ഷം റുപ്യ തരണം, അല്ലെങ്കിൽ 13 ലക്ഷം രൂപ തരണം. അപ്പം അതിന് കേൾക്കാൻ നിൽക്കണം. ആദ്യം തന്നെ കടം വാങ്ങണ്ടെന്ന് തീരുമാനിച്ചാൽ ആരോടാണെങ്കിലും കടം. എനിക്ക് 5 രൂപയെ കയ്യിലുള്ളൂ. ആ 5 രൂപയ്ക്ക് ഇന്ന് ചീര വാങ്ങാൻ കഴിയൂ. ആ ചീര താളിച്ചതായിട്ട് എനിക്കൊന്ന് നോമ്പ് തുറക്കാം, അതുകൊണ്ട് മതിയാക്കാം. അല്ല 10 രൂപയാണുള്ളത്. ആ 10 രൂപയ്ക്ക് എനിക്ക് വല്ല പച്ചക്കറിയും കിട്ടുമെങ്കിൽ ജീവിതത്തിൽ മിതത്വം ശീലിച്ചോ ഒരിക്കലും ദരിദ്രനാവുകയില്ല, ദാരിദ്ര്യം പിടികൂടുകയില്ല.